ഗുജറാത്തിലെ പോർബന്തറിൽ കടലിലിറങ്ങി ഒരു നൗകയിൽ പായ കെട്ടിയാൽ 6 മണിക്കൂറിലെത്തുന്ന തീരമുണ്ട്. വേറെ വലിയ ചെലവൊന്നുമില്ല. തെക്ക് നിന്ന് വടക്കോട്ട് കാറ്റ് തോനെയുള്ളപ്പോൾ പാ വലിച്ചു കെട്ടിയാൽ മതി. ദേ തെന്നിയൊരു പോക്കായിരിക്കും. ഇങ്ങനെ ചെന്നെത്തുന്ന സ്ഥലമാണ് പാകിസ്ഥാനിലെ കറാച്ചി. ആ കറാച്ചിയിലെ ഏറ്റവും ആഡംബരപൂർണമായ തീരങ്ങളിൽ ഒന്നാണ് ക്ലിഫ്റ്റൺ. ഇതാണ് പോർബന്തറിൽ നിന്ന് ക്ലിഫ്റ്റണിലേക്കുള്ള വഴി. 280 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ. കിലോമീറ്ററിലാക്കിയാൽ 518. തിരുവനന്തപുരത്ത് നിന്നും എന്റെ നാടായ പയ്യന്നൂർ വരെയുള്ള റോഡ് ദൂരമേ വരും. 30 നോട്ടിക്കൽ മൈൽ വേഗം കിട്ടുന്ന പായ്വഞ്ചിയാണെങ്കിൽ 6 മണിക്കൂറിൽ അവിടെ ചെല്ലും. 60 നോട്ടിക്കൽ മൈൽ വേഗമുള്ള പായ്വഞ്ചികളുണ്ട് എന്നത് വേറെ കാര്യം. പസഫിക്കിലും അറ്റ്ലാന്റിക്കിലും ഒക്കെ കപ്പലോടിക്കുന്ന കാര്യം ഓർത്താൽ ഏറ്റവും ശാന്തമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അവിടെ തന്നെ ഏറ്റവും കുഴപ്പം കുറഞ്ഞ മേഖലയാണ് അറബിക്കടൽ. അവിടെ എവിടെയാണ് ദാവൂദ് ഇബ്രാഹിം? അവിടെ ഉണ്ടോ ഇപ്പോഴും ദ ഡി കമ്പനി? 5000 പേരുള്ള കൊട്ടേഷൻ സംഘവുമായി ഇന്ത്യയെ വിറപ്പിച്ച ഡി കമ്പനി ഇപ്പോൾ എവിടെയാണ്? ഇതാ വരുന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ. $25 ദശലക്ഷം അഥവാ 200 കോടി രൂപ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ദാവൂദ് ഇബ്രാഹിം, ലോകം തേടുന്ന രണ്ടാമത്തെ വലിയ ഭീകരൻ എന്ന് ഫോബ്സ് വിശേഷിപ്പിച്ച അതേ ദാവൂദ്. ആ പട്ടികയിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന അൽ ഖ്വയ്ദ തലവൻ ഐമാൻ അൽ സവാഹിരി കഴിഞ്ഞ വർഷം മരിച്ചതോടെ ഇപ്പോൾ ആ പട്ടികയിലെ 1-ാമൻ എന്ന് വിളിക്കാം ദാവൂദിനെ. 257 പേരെ കൊന്ന, 713 പേർക്ക് പരിക്കേറ്റ മുംബൈ സ്ഫോടന പരമ്പര. അതിനുശേഷം ഒരു പൊതുവേദിയിലും ആരും കണ്ടിട്ടില്ല ദാവൂദ് ഇബ്രാഹിമിനെ. അതിനു മുൻപ് ഷാർജ ക്രിക്കറ്റിലെ VIP പവലിനിൽ നിർത്താതെ 555 സിഗരറ്റ് വലിച്ചിരുന്ന ദാവൂദ് ഇബ്രാഹിം. ഒരു ഓവറിന് ഒരു 555 എന്നതായിരുന്നു കണക്ക്. ഇടവേളയിൽ ജോണി വാക്കർ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ കയറി വന്ന് മുഴുവൻ കളിക്കാർക്കും ഓരോ കാർ വാഗ്ദാനം ചെയ്ത് കൈകൊടുത്തു പോയത് ആ ജോണി വാക്കറിന്റെ കൂടി ബലത്തിലായിരുന്നു. ടീം മുറിയിൽ കയറി വന്ന ദാവൂദിനെ കുറിച്ച് ദിലീപ് വെങ്സർക്കാർ പറഞ്ഞ് ലോകം കേട്ടിട്ടുണ്ട്. ആ ദാവൂദ് കഴിഞ്ഞ 30 വർഷമായി പാകിസ്ഥാനിലുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? ഇന്ത്യൻ ഏജൻസികൾ സ്ഥിരീകരിച്ച ആദ്യ വിലാസം ഇതാണ്, വൈറ്റ് ഹൗസ്. പേര് അമേരിക്കൻ ഭരണസിരാ കേന്ദ്രത്തിൻ്റെത് തന്നെ. സൗദ് മോസ്കിന് സമീപം ക്ലിഫ്റ്റൺ, കറാച്ചി. ഇത് മാത്രമല്ല, പാകിസ്ഥാനിൽ വേറെയും വാസസ്ഥലങ്ങളുണ്ട് ദാവൂദിന്. കറാച്ചിയിലെ പ്രതിരോധ ഭവന സമുച്ചയത്തിൽ തന്നെയുണ്ടൊരു വീട് എന്നാണ് അടുത്ത വിവരം. 6 ക്യാബൻ തൻസീം ഫേസ് 5 ഡിഫൻസ് ഹൗസിംഗ് ഏരിയ. ഇസ്ലാമാബാദ് മൂഡി റോഡിൽ ഭൗബാൻ മലയിലുമുണ്ട് ഒരു ആഡംബര വസതി. ISI സേഫ് ഹൗസ്, ഭൗബാൻ ഹിൽസ്, ഇസ്ലാമാബാദ് മൂഡി റോഡ്. മാർഗല റോഡ്, P6/2, സ്ട്രീറ്റ് നമ്പർ 22, ഹൗസ് നമ്പർ 29, ഇസ്ലാമാബാദ്. ഇതാണ് കറാച്ചിയിൽ നിന്ന് ഇസ്ലാമാബാദിൽ പോകുമ്പോൾ താമസിക്കുന്ന വീട്. ഇനി ഇതാ അടുത്തത് 17 CP ബസാർ സൊസൈറ്റി, ബ്ലോക്ക് 78, ആമിർ ഖാൻ റോഡ്, കറാച്ചി. 8-ാം നില മെഹ്റാൻ സ്ക്വയർ, പർദേശി ഹൗസ് 3-ന് സമീപം, തൽവാർ, ക്ലിഫ്റ്റൺ, കറാച്ചി. ഇതൊക്കെ പാകിസ്ഥാനിലെ വാസസ്ഥലങ്ങൾ. ദുബായിൽ $500 കോടി കെട്ടിടങ്ങൾ മാത്രം ദാവൂദിനുണ്ടെന്നാണ് അമേരിക്കൻ ഏജൻസികളുടെ കണ്ടെത്തൽ. ഏകദേശം 40,000 കോടി രൂപ വരും ആ ആസ്തി മാത്രം. മുംബൈ പോലീസിൽ വെറും ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ഷെയ്ഖ് ഇബ്രാഹിം അലി കസ്കറിന്റെ മകൻ 19-ാം വയസ്സിൽ വാരിക്കൂട്ടി തുടങ്ങിയതാണ് ഈ ചോരപ്പണം. ഹാജി മസ്താൻ മുംബൈയിലായിരുന്നു ഒരു പ്രീമിയർ പത്മിനി കാറിലെ തുടക്കം. ഹാജി മസ്താന് കൊണ്ടുപോയ പണമെന്ന് കരുതി ആദ്യം തട്ടിയെടുത്തത് റിസർവ് ബാങ്ക് ശാഖയിൽ അടയ്ക്കാൻ ബാങ്കിൽ നിന്ന് കൊണ്ടുപോയ പണം. ഈ കേസിൽ സ്വന്തം പിതാവ് ഉൾപ്പെട്ട അന്വേഷണ സംഘം ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്തവൻ എന്ന് റിപ്പോർട്ട് എഴുതി രക്ഷപ്പെടുത്തി. ആ റിപ്പോർട്ട് എഴുതിയിരുന്നപ്പോഴേക്കും പല കൊലപാതകങ്ങളും അതിലേറെ കൊള്ളകളും ദ ഡി കമ്പനി നടത്തി കഴിഞ്ഞിരുന്നു. ആഫ്രിക്കൻ കൊള്ളഭീകര സംഘമായ ബോക്കോ ഹറാം, താലിബാൻ, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, ഈ സംഘങ്ങളുമായെല്ലാം ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഇന്റലിജൻസ് ഏജൻസികൾ ബന്ധിപ്പിക്കുന്ന ഒറ്റയാളെയുള്ളൂ, അത് ദാവൂദ് ഇബ്രാഹിമാണ്. ഈ സംഘടനകൾക്കെല്ലാം ബന്ധം ഒറ്റ കമ്പനിയുമായേ ഉള്ളൂ, അത് ഡി കമ്പനിയുമായാണ്. 10 കോടി കൊടുക്കാത്തതിന് ടി സീരീസ് ഉടമ ഗുൽഷൻ കുമാർ വെടിയേറ്റു വീണുവെങ്കിൽ കോടികളും സ്വർണവും കൊടുത്ത് ജീവൻ രക്ഷിച്ചവർ പല ഡസൻ വരും. 93-ലെ മുംബൈ സ്ഫോടനത്തിൽ മാത്രമല്ല പങ്ക്. 2008-ലെ മുംബൈ ആക്രമണത്തിന് ബോട്ടിൽ വന്നിറങ്ങിയവർക്ക് ചെല്ലും ചെലവും കൊടുത്തുവിട്ടത് ദാവൂദാണെന്നും ഇന്ത്യ കണ്ടെത്തി. അത് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ കമ്പളത്തിനടിയിൽ വാഴുന്ന, പാകിസ്ഥാൻ ഭരണകൂടങ്ങൾ ഒരുക്കി നൽകുന്ന തുരങ്കപാതകളിലൂടെ സഞ്ചരിക്കുന്ന ദാവൂദ് ഇപ്പോഴും അന്നാട്ടിന് പ്രിയപ്പെട്ടവനാണ്.
അതിന് കാരണമൊന്നേയുള്ളൂ, ഇന്ത്യ വിരുദ്ധത. ആ ദാവൂദിന്റെ കസ്കർ കുടുംബത്തിന് ഇന്നുമുണ്ട് ഇന്ത്യയിൽ ആസ്തി. അങ്ങനെ കണ്ടെത്തിയതിൽ 12ാമത്തെ ലേലമാണ് ഇപ്പോഴത്തേത്. ആ കസ്കർ കുടുംബത്തിന്റെ കല്യാണം കൂടാൻ പോയി ഇന്നും വടിപിടിക്കാറുണ്ട് ശിവസേനയുടെ ഉന്നത നേതാക്കളും BJPയുടെ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെയും NCPയുടെയും മറാത്ത നേതാക്കളുമൊക്കെ. കസ്കർ കുടുംബത്തിന് ഇന്നും തണൽ കൊടുക്കുന്നവർ ഇന്നാട്ടിലുള്ളപ്പോൾ ദാവൂദും ദ ഡി കമ്പനിയും അവിടെ കറാച്ചിയിലെ ക്ലിഫ് ടൗണിൽ സുരക്ഷിതരായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.